ഫെബ്രുവരി 12 വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിരുന്നാളാണ്. ഫീസ്റ്റ് ഓഫ് ദ ചെയർ ഓഫ് സെയിൻറ്റ് പീറ്റർ. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കകത്തുള്ള സെയിൻറ്റ് പീറ്ററിൻ്റെ പ്രസിദ്ധമായ വെങ്കല ശില്പമാണ് നമ്മളിന്നൊന്ന് കാണാൻ ശ്രമിക്കുന്നത്. ഫ്ലോറൻസ് കത്തീഡ്രലിൻ്റെ കാപ്പോമയസ്ത്രോ ഈ പ്രധാന ശില്പിയായിരുന്ന അർണോൾഫോ ദി കാംബിയോ ആണ് ഈ ഒരു ശില്പം ഡിസൈൻ ചെയ്തത്. 1240 മുതൽ 1310 വരെയാണ് അദ്ദേഹം ശില്പവേലയിൽ ഏർപ്പെട്ടിരുന്നത്. 13-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധനായ ശില്പിയും ആർക്കിടെക്റ്റും. ആധുനിക സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഡിസൈൻ ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നിലനിന്നിരുന്ന ഒരു ശില്പമാണിത്. ഇത് വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീരത്തിന് മുകളിലുള്ള ആ പേപ്പൽ ഓൾട്ടറിന് മുകളിലുള്ള മൈക്കലാഞ്ചലോ ഡിസൈൻ ചെയ്ത വലിയ ഡുവോമോ. ഈ ഒരു താഴികക്കുടത്തിന് താഴെയാണ് പേപ്പൽ ഓൾട്ടർ ഉള്ളത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന അൾത്താര. ആ അൾത്താരയുടെ ബാക്ക്ഗ്രൗണ്ട് വലിയൊരു ചെയറാണ്. നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഇതൊന്ന് കോണ്ടക്ച്വലൈസ് ചെയ്യാനാണ് എവിടെയാണ് ഈ സെയിൻറ്റ് പീറ്ററിൻ്റെ വെങ്കല ശില്പം ഇരിക്കുന്നത് എന്നറിയാൻ. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലോങ്കിനോസിൻ്റെ സ്റ്റാച്യുയോട് ചേർന്നുള്ള അത് 4 ഈ വലിയ താഴികക്കുടം താങ്ങി നിർത്തിയിരിക്കുന്ന ബൃഹത്തായ തൂണുകളാണ്. ആ ഒരു തൂണിലാണ് ഈ ഒരു സ്റ്റാച്യു നിലനിൽക്കുന്നത്. വലത് കരം ഉയർത്തിപ്പിടിച്ച് ദൈവജനത്തെ അനുഗ്രഹിക്കുന്നു. ഇടത് കൈയിൽ നെഞ്ചോട് ചേർത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ഒരു താക്കോൽ പിടിച്ചിരിക്കുന്നു. അത് കർത്താവ് ഏൽപ്പിച്ച സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എന്ന അടയാളത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു മാർബിൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന രീതിയിലാണ് സെയിൻറ്റ് പീറ്ററിൻ്റെ ഈ വെങ്കല ശില്പം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിശുദ്ധൻ്റെ വലത് കാൽപ്പത്തി ഏറ്റവും കഠിനമായ ലോഹമാണ് വെങ്കലം. ദൈവജനം ഭക്തജനം ചുംബിച്ചും സ്പർശിച്ചും അത് ഏതാണ്ട് പൂർണ്ണമായി തേഞ്ഞ് തീർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. വിശുദ്ധ പത്രോസിനെ കുറിച്ചുള്ള പാരമ്പര്യം തൻ്റെ പാപങ്ങളോർത്ത് കരഞ്ഞ് മുഖത്തൊരു ചാലു വീണിരുന്നു എന്നാണ്. അതുപോലെ തൻ്റെ പാപങ്ങളോർത്ത് കരയുന്ന ദൈവജനത്തിൻ്റെ സ്പർശനത്താൽ തേഞ്ഞുപോയ ഈ പാദം ഇത് നോമ്പുകാലത്തെ വലിയൊരു ചിന്ത നമുക്ക് നൽകുന്നുണ്ട്.